ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, കമ്പോളത്തിൽ ഒരു അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാ. കമ്പോളത്തിൽ ഒരു പ്രായം ചെന്ന അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു കോടീശ്വരനായ മനുഷ്യനുണ്ടല്ലോ, അടിമച്ചന്തയിൽ നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത് അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. സൗന്ദര്യവാനായ ചെറുപ്പക്കാർ അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടപ്പോ ഒരു പണക്കാരൻ ചെന്നിട്ട് അവിടെ നിന്ന് വില പറഞ്ഞ് വിളിക്കുകയാണ്. അവിടെ നിന്ന് വില കൊടുത്ത് വാങ്ങുമ്പോ തന്റെ മുതലാളിയോട് അടിമ പറയുന്നു, ഞാൻ കൂടെ വരണമെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട്. 3 കണ്ടീഷൻ ഉണ്ടെങ്കിലേ ഞാൻ വരാൻ തയ്യാറാണ്. പടച്ചവനെ ചോദിച്ചു, ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? അടിമ പറയുന്നു, യജമാനനോട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയും എനിക്ക് തരല്ലേ, എനിക്ക് നമസ്കരിക്കാൻ സമയം തരണം, 1 മിനിറ്റ് പോലും എനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അടിമയോട്, യജമാനനോട് അടിമ പറയുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സമയം തരണം. അടിമ പറയാ, യജമാനനോട് പറയുന്നു, എനിക്ക് 3 കാര്യമാണ് പറയാനുള്ളത്. 1, ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. കടയിൽ ജോലിക്ക് കയറുമ്പോ ആരാപ്പ പറയാ മുതലാളിയോട്, ബാങ്ക് വിളിച്ചാ പള്ളി വിടണം? കടയിൽ ജോലിക്ക് പോയി ആരാ പറയാ മുതലാളിയോട്, എനിക്ക് ജോലി വേണം, ജോലിയൊക്കെ തരാം, പക്ഷെ ജോലിയൊക്കെ കിട്ടും. ശരി, ഞാനിവിടെ ജോലിക്ക് കയറണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ 1-ാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല. 1-ാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല, ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കാൻ പോകണം. അടിമ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ബാങ്ക് വിളിച്ചാൽ എനിക്ക് നിസ്കരിക്കണം. യജമാനൻ സമ്മതിച്ചു. 2-ാമത്തെ കണ്ടീഷൻ എന്താ? രാത്രി ഞാൻ ഒരു ജോലി ചെയ്യൂല. രാത്രി ഒരു ജോലി ഞാൻ ചെയ്യൂല. രാത്രി കാലങ്ങളിൽ എനിക്ക് വേണം, പകല് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ, രാത്രി ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. യജമാനൻ സമ്മതിച്ചു. 3-ാമത്തെ കാര്യം എന്താ? എന്റെ റൂമിന്റെ അകത്ത് ഒരാളും കയറാൻ പാടില്ല. ഞാൻ കിടക്കുന്നത് എവിടെയാണോ അവിടെ ഒരാളും എന്റെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല. അങ്ങനെ സമ്പന്നനായ അടിമ യജമാനന് അടിമയെ കൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള റൂം എടുത്തോളാൻ. ഈ ചങ്ങാതി ഇങ്ങനെ നടക്കാം. യജമാനന്റെ കൊട്ടാരത്തിലെ മനോഹരമായ റൂമുകളുടെ ചാരത്തുകൂടെ പോയി അവസാനം വീടിന്റെ ചാരത്ത് ആർക്കും വേണ്ടാതെ ഒരു ചെറിയ റൂം അടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇത് മതി എനിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അടിമ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പോകും. രാത്രി കാലങ്ങളിൽ ജോലിയൊന്നുമില്ല.